നമ്മുടെ ചുണ്ടുവിരലിൻ്റെ അഗ്രത്തോളം മാത്രം വലിപ്പമുള്ള ഒരു തലച്ചോറാണ് പ്രാവിനുള്ളത്. എന്നാൽ ക്യാൻസർ കോശങ്ങൾ ഉള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള മാമോഗ്രാം ഇമേജുകളെ ഒരു ഡോക്ടർക്ക് പറ്റുന്നതിലും മികച്ച രീതിയിൽ 99% കൃത്യതയോടെ പരിശീലനം കിട്ടിയ പ്രാവുകൾ തിരിച്ചറിയും. നമ്മുടെ അമ്മമാർ മാത്രമാണല്ലോ കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ കൊടുക്കുന്നത്. എന്നാൽ പ്രാവുകളിൽ ആണും പെണ്ണും അച്ഛനും അമ്മയും മുട്ട വിരിഞ്ഞ് പുറത്തു വരുന്ന കുഞ്ഞുങ്ങൾക്ക് തൊണ്ടയിലെ ക്രോപ്പ് സഞ്ചിയിൽ നിന്നും ഊറി വരുന്ന മുലപ്പാൽ പോലെ തന്നെയുള്ള കൊഴുപ്പും പ്രോട്ടീനും മറ്റ് പോഷകങ്ങളും അടങ്ങിയ സ്രവം നൽകിയാണ് വളർത്തുന്നത്. ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ ദൂരെ കൊണ്ടുവിട്ടാലും പരിശീലനം കിട്ടിയ ചിലയിനം പ്രാവുകൾ പഴയ സ്ഥലത്ത് അതീവ കൃത്യതയോടെ തിരിച്ചെത്തും. ഈ വഴി കണ്ടെത്തലിന് കാഴ്ച മാത്രമല്ല, ഭൂകാന്തികത, സൂര്യൻ്റെ സ്ഥാനം തുടങ്ങി മറ്റ് പല ക്ലൂകളും കഴിവുകളും പ്രാവുകൾ ഉപയോഗിക്കുന്നുണ്ട്. വളർത്തു പ്രാവുകളുടെ വൈവിധ്യമാണ് ഡാർവിനെ പോലും ഇന്റർബ്രീഡിംഗ് വഴി, സെലക്റ്റീവ് ബ്രീഡിംഗ് വഴി പുതിയ ജീവവർഗ്ഗങ്ങളെ ഉണ്ടാക്കാനാവും എന്ന ചിന്തയിലേക്കും അതുവഴി പരിണാമ സിദ്ധാന്തത്തിലേക്കും എത്തിച്ചത്. ക്രിപ്റ്റോകോക്കസ് നിയോഫോർമാൻസ് അല്ലെങ്കിൽ ക്രിപ്റ്റോകോക്കസ് ഗാറ്റി തുടങ്ങിയ ഫംഗസുകളുടെ സ്പോറുകൾ നമ്മുടെ ശ്വാസകോശത്തിലെത്തിയാൽ ക്രിപ്റ്റോകോക്കോസിസ് എന്ന മാരക രോഗം ചിലപ്പോൾ പിടിപെടാം. ന്യൂമോണിയയും ചിലപ്പോൾ തലച്ചോറിൽ മെനിഞ്ചൈറ്റീസും ഒക്കെ ഉണ്ടാക്കി മരണത്തിലേക്ക് എത്തിക്കാം. ഈ ഫംഗസിൻ്റെ സ്പോറുകൾ പ്രാവുകളുടെ കാഷ്ടത്തിലൂടെ നമ്മുടെ ഉള്ളിലെത്താം. ആകാശത്ത് നിലം തൊടാതെ മണിക്കൂറുകളോളം പറക്കുന്ന മത്സരപ്രാവുകളുടെ മത്സരങ്ങൾ ലോകത്തെങ്ങും നടക്കുന്നുണ്ട്. അത്തരത്തിലൊരു മത്സരപ്രാവിന് ന്യൂകിം എന്നാണ് അതിൻ്റെ പേര്. ബെൽജിയത്തിൽ നടന്ന 2020 ഒരു ലേലത്തിൽ 17 കോടിക്കാണ് ലേലം കൊണ്ടത്. ലോകത്തിൽ ഏറ്റവും വില നൽകി വാങ്ങിയ ഒരു പക്ഷി ആ പ്രാവായിരിക്കാം. പ്രാവ് നിസാരമായ ഒരു പക്ഷിയല്ല, നമുക്കൊപ്പം ആയിരക്കണക്കിന് വർഷം മുമ്പേയുള്ള പക്ഷിയാണ്. മാനവ ചരിത്രത്തിൻ്റെ ഭാഗമാണത്. അപ്പോൾ നമുക്കിന്ന് ഈ പക്ഷിയുടെ, പ്രാവിൻ്റെ പരിണാമ ചരിത്രവും കൗതുകവും ഒക്കെ ചർച്ച ചെയ്യാം. എന്ന് പ്രണയം കുതിർത്ത മനസ്സുമായി സിംബോളിക്കായി പ്രണയിനിയെ ക്ഷണിച്ചുകൊണ്ട് മൂളിപ്പാട്ട് പാടുമെന്നല്ലാതെ ആരും സ്വന്തം വീട്ടിൽ കൂടുകൂട്ടാൻ, സ്വാഗതം ചെയ്യാൻ ഒരു സാധ്യതയുമില്ലാത്ത ഒരു പക്ഷിയാണ് പ്രാവ്. ആർക്കിടെക്ചറിൽ അത്ഭുതമായി തോന്നും ചിലപ്പോൾ തുന്നാരൻ്റെ ഒക്കെ കൂട് കണ്ടാൽ. ആ അമ്പരപ്പല്ല പ്രാവിൻ്റെ കൂട് കണ്ടാൽ ഉണ്ടാവുക. ഒട്ടും ഭംഗിയില്ലാതെ ചപ്പുചവറുകളും ചുള്ളിക്കമ്പുകളും ഒക്കെ നിരത്തിയിട്ട് വൃത്തികെട്ട ഒരു പടപ്പാണ് ഇവരുടെ കൂട്. കൂടിന് ചുറ്റും കൂട്ടിലും ഒക്കെ കാഷ്ടിച്ച് വെച്ച് അലങ്കോലമാക്കിയിട്ടുണ്ടാവും. ഗ്രീറ്റിംഗ് കാർഡുകളിലും വർണ്ണ കലണ്ടറുകളിലുമൊക്കെ ചിത്രകാരന്മാർ വരച്ചു വെച്ചിരിക്കുന്ന കാൽപ്പനികമായിട്ടുള്ള ഇണപ്രാവുകളുടെ ചിത്രമുണ്ടല്ലോ. അത്തരത്തിൽ കൊക്കുരുമ്മി കണ്ണിൽ നോക്കിയിരിക്കുന്ന പാവങ്ങളല്ല പലപ്പോഴും ഇണപ്രാവുകൾ. ഇവയുടെ പ്രണയചേഷ്ടകൾ ഒട്ടും സൗമ്യവും നിശബ്ദവും നയനാനന്ദകരവും ഒന്നുമല്ല. പരസ്പരം തല്ലുകൂടി വഴക്കടിക്കുന്നത് പോലെ ഇടക്കിടക്ക് കൊത്തിയും പിടച്ചും തള്ളിയും പുളച്ച് ബഹളം കൂട്ടിയും കൂട്ടിലെ കമ്പും തൂവലും ചിതറിപ്പിച്ചുള്ള ചലപില സ്വഭാവം. പ്രാവുകളുടെ ജോഡികൾ അടുത്തടുത്ത് കൂടുകൾ ഉണ്ടാക്കും. സ്വന്തം കൂട്ടിലല്ലാതെയും കയറി ബഹളം വെക്കും, തല്ലുകൂടും. കൂർക്കം വലിക്കുന്നത് പോലെ ഗൂർ ഗൂർ എന്ന് പ്രണയാർദ്ധ ശബ്ദങ്ങൾ പരസ്പരം കൈമാറും. മറ്റു പക്ഷിക്കൂടുകൾ പോലെ കൂട്ടിലെ കമ്പുകളും വൈക്കോലും ഒന്നും ഏതെങ്കിലും വിധത്തിൽ കുരുക്കി ചേർത്ത് വെക്കാത്തതിനാൽ ഇവയുടെ അലമ്പ് മൂലം ഇടയ്ക്കിടയ്ക്ക് ഇതിലുള്ള ചുള്ളിക്കമ്പുകളൊക്കെ പുറത്തേക്ക് തെറിച്ചു വീഴും. മുട്ട വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ കൂടിയായാൽ അവയും കൂടി കാഷ്ടിച്ചു വെച്ചിരിക്കുന്ന കാഷ്ടം പശ പോലെ അതുകൂടി കമ്പുകളിൽ ഒട്ടിച്ചേർന്ന് ബലമുണ്ടാകുന്നത് മാത്രമാണ് കൂടിൻ്റെ ഏകശക്തി. കെട്ടിടങ്ങളുടെ മുകളിൽ മാത്രമല്ല, കിണറുകളുടെ ഉള്ളിലും വക്കുകളിലും ഒക്കെ ഇവ കൂടുകൂട്ടും. കിണറിലെ വെള്ളം അഴുക്കാകാൻ വേറെ ഒന്നും വേണ്ട. അമ്പലപ്രാവുകൾ എന്നൊക്കെ പേരിൽ കേരളത്തിൽ അറിയപ്പെടുന്ന പ്രാവുകൾ നമ്മുടെ വീടുകളിലും പഴയ കെട്ടിടങ്ങളുടെ മുകളിലും കോട്ടകളിലും ഒക്കെ കൂടുകെട്ടുന്ന ഡൽഹിയിലും മുംബൈയിലുമൊക്കെ നഗര ചത്തുരങ്ങളിൽ ആളുകൾ തീറ്റ കൊടുക്കുന്നതായിട്ട് കാണുന്ന ആ പ്രാവുകളൊന്നും ശരിക്കും വൈൽഡ് പ്രാവുകളല്ല. കൊളുംബിഡ എന്ന പക്ഷി കുടുംബത്തിലാണ് പ്രാവുകൾ ഉൾപ്പെടുക. കൊടും ചൂടുള്ള സഹാറ മരുഭൂമിയിലും അന്റാർട്ടിക് പ്രദേശത്തും ആർട്ടിക് പ്രദേശത്തും ഒഴികെ ബാക്കി എല്ലാ സ്ഥലങ്ങളിലും പ്രാവുകളുണ്ട്. ഗ്രാമമെന്നോ നഗരമെന്നോ വ്യത്യാസമില്ലാതെ ഭൂമിയിൽ എല്ലായിടത്തും കാണുന്ന ഒരു പക്ഷി കൂടിയാണ് പ്രാവ്. ഈ കൊളുംബിഡ കുടുംബത്തിൽ 51 ജനുസുകളിലായിട്ട് 353 സ്പീഷീസ് ഇനം പക്ഷികളെയാണ് പ്രാവുകളായിട്ട് കണക്കാക്കുന്നത്. നമുക്ക് സ്കൂൾ ക്ലാസ്സുകളിലൊക്കെ പരിചിതമായിട്ടുള്ള വംശനാശം വന്നുപോയ ഒരു പക്ഷിയുണ്ടല്ലോ, ഡോഡോ. ആ പക്ഷിയും ഈ കൊളുംബിഡ കുടുംബത്തിൽപ്പെട്ടതാണ്. പക്ഷെ നമ്മൾ പ്രാവ്, ഡോവ് അല്ലെങ്കിൽ പീജിയൻ എന്നൊക്കെ പറയുമ്പോഴൊന്നും ഈ കൊളുംബിഡയിലെ മറ്റ് പലതരത്തിലുള്ള പക്ഷികളെ ഒന്നുമല്ല ഓർക്കുക. അത് നമുക്ക് പരിചിതരായിട്ടുള്ള കുറച്ച് പക്ഷികളെ മാത്രമാണ്. പീജിയൻ എന്ന പേര് വന്നത് പീപ്പ് ചെയ്യുക അല്ലെങ്കിൽ ഒളിഞ്ഞു നോക്കുക, തുറിച്ചു നോക്കുക എന്നൊക്കെ അർത്ഥം വരുന്ന പിപ്പിയോ എന്ന ലാറ്റിൻ വാക്കിൽ നിന്നാണ്. ഡോവ് എന്ന ജർമ്മനിക്ക് പദത്തിൽ നിന്നാവും ഈ ഡൈവ് ചെയ്ത് പറക്കുന്ന സ്വഭാവമുള്ള ഈ പക്ഷിക്ക് അത്തരത്തിലുള്ള ഒരു പേര് കിട്ടാൻ കാരണം. വലിപ്പം കുറഞ്ഞ ഇനങ്ങളെ ഡോവ് എന്നും വലിപ്പം കൂടിയവയെ പീജിയൻ എന്നും പൊതുവായിട്ട് ഇംഗ്ലീഷിൽ പറയാറുണ്ടെങ്കിലും ഇത്തരം ഒരു വിഭജനം എല്ലാ നാട്ടിലും ഇല്ല. കാടുകളിൽ, വന്യതയിൽ അല്ലെങ്കിൽ പാറക്കൂട്ടങ്ങളിലൊക്കെ ജീവിക്കുന്ന റോക്ക് പീജിയൻ എന്ന് വിളിക്കുന്ന കൊളുംബിയ ലിവിയ എന്ന ശാസ്ത്രനാമമുള്ള പ്രാവുകളെയും അതുപോലെ തന്നെ അവയെ പിന്നീട് ഇണക്കിയും മെരുക്കിയും ഒക്കെ പലതരത്തിലുള്ള ബ്രീഡുകൾ ഉണ്ടാക്കി
നമ്മൾ സൃഷ്ടിച്ചിരിക്കുന്ന വളർത്തുപ്രാവുകൾ എന്ന് വിളിക്കുന്ന കൊളുംബ ലിവിയ ഡൊമസ്റ്റിക്കയെയും ഒക്കെ നമ്മൾ പ്രാവുകൾ എന്ന് തന്നെയാണ് വിളിക്കുന്നത്. ഇവ രണ്ടും പരസ്പരം ഇണചേർന്നുണ്ടാകുന്ന അല്ലെങ്കിൽ വളർത്തുപ്രാവുകൾ തിരിച്ച് കാടുകളിലേക്ക് പോയി അവിടെയുള്ള പ്രാവുകളായിട്ട് ജീവിതം തുടരുകയും അല്ലെങ്കിൽ അവയുമായിട്ട് ഇണചേർന്ന് പുതിയ തലമുറകൾ ഉണ്ടാക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവയെ ഫെറൽ പ്രാവുകൾ എന്നാണ് വിളിക്കുക. നഗരങ്ങളിലും വീടുകളിലും ഒക്കെ കാണുന്നത് ഇത്തരത്തിലുള്ള ഫെറൽ പ്രാവുകളും കൂടിയാണ്. അവയാണ് നമ്മൾ സാധാരണയായിട്ട് അമ്പലപ്രാവുകൾ, മാടപ്രാവുകൾ എന്നൊക്കെ വിളിക്കുന്നത്. പഴയ ഉയരമുള്ള കെട്ടിടങ്ങൾ, അമ്പലങ്ങൾ, പള്ളിമിനാരങ്ങൾ, കോട്ടകൾ ഒക്കെയാണ് ഇവർക്ക് ഇഷ്ടം. മനുഷ്യവാസ സ്ഥലങ്ങളിലെ ഇത്തരത്തിൽ ഉയർന്ന കെട്ടിടങ്ങളെ പാറകളുമായിട്ട് സാമ്യം തോന്നുന്നതിനാലായിരിക്കും ചിലപ്പോൾ അവ അത്തരം സ്ഥലങ്ങളിൽ ചേക്കേറുന്നത്. ശരിക്കുമുള്ള വൈൽഡ് പ്രാവുകൾ ഇപ്പോഴും ഇത്തരത്തിലുള്ള പാറക്കൂട്ടങ്ങളിൽ തന്നെയാണ് കഴിയുന്നത്. റോക്ക് ഡൗ, റോക്ക് പീജിയൻ എന്നൊക്കെ തന്നെയാണ് അവയെ ഇപ്പോഴും വിളിക്കുന്നത്. ചിലപ്പോൾ അവയുടെ കൂട്ടത്തിൽ ഫെറൽ ഇനങ്ങളെയും കണ്ടെന്നും വരും. പറഞ്ഞു വന്നാൽ എല്ലാം ഒന്ന് തന്നെ. ഇവയിൽ വളർത്തുപ്രാവുകളെ കൊളംബിയ ലിവിയ ഡൊമസ്റ്റിക്ക എന്ന സ്പീഷീസ് നാമത്തിലാണ് അല്ലെങ്കിൽ സബ് സ്പീഷീസ് ആയിട്ടാണ് കണക്കാക്കുന്നത് എന്ന് പറഞ്ഞല്ലോ. അതിലാണ് മനുഷ്യർ ഏറ്റവും കൂടുതൽ സെലക്റ്റീവ് ബ്രീഡിംഗ് പരീക്ഷണങ്ങൾ നടത്തിയിട്ടുള്ളത് എന്ന് തോന്നുന്നു. ഇത്തരത്തിലുള്ള പലതരം വളർത്തുപ്രാവുകളുടെ രൂപവൈവിധ്യം, വലിപ്പം, ആകൃതി, സ്വഭാവം ഒക്കെ ശ്രദ്ധിച്ചാണ് ഡാർവിൻ ശരിക്കും എവല്യൂഷൻ തിയറിയിലേക്കും സെലക്റ്റീവ് ബ്രീഡിങ്ങിലേക്കും ഒക്കെ എത്തുന്നത്. അതായത് അത്രയും മുന്നേ തന്നെ യൂറോപ്പിൽ ഇത്തരത്തിൽ പ്രാവുകളുടെ പെറ്റ് ബ്രീഡിങ് വളരെ വ്യാപകമായിട്ട് നടക്കുന്നുണ്ടായിരുന്നു. വാത്തുകൾക്കും കോഴികൾക്കും ഒപ്പം മനുഷ്യൻ ആദ്യമായിട്ട് ഇണക്കി വളർത്തിയ പക്ഷികളിലൊന്ന് പ്രാവുകളാണ്. എങ്കിലും ഏത് കാലത്ത് എവിടെയാണ് ആദ്യമായിട്ട് മനുഷ്യർ പ്രാവുകളെ ഇണക്കി മെരുക്കി വളർത്താൻ തുടങ്ങിയത് എന്നത് ഇപ്പോഴും അത്ര വ്യക്തമായ കാര്യമല്ല. ആർക്കിയോളജിക്കൽ തെളിവുകളാണല്ലോ പലപ്പോഴും ഇത്തരത്തിലുള്ള നിഗമനങ്ങളിലേക്ക് എത്താൻ നമ്മളെ സഹായിക്കുക. പക്ഷെ വളരെ ഭാരം കുറഞ്ഞ ഈ പക്ഷിയുടെ എല്ലുകളൊക്കെ ഫോസിലായിട്ട് സംരക്ഷിക്കപ്പെടാനുള്ള സാധ്യത വളരെ കുറവായതിനാൽ തന്നെ അത്തരത്തിലുള്ള ശ്രമങ്ങൾ അത്ര കണ്ട് വിജയിച്ചിട്ടുമില്ല. എങ്കിലും ആർക്കിയോളജിക്കൽ തെളിവുകളും ജിനോമിക് പഠനങ്ങളും ഒക്കെ വഴി നമ്മളിപ്പോൾ എത്തിയിരിക്കുന്ന ധാരണ മെഡിറ്ററേനിയൻ ബേസിനിലോ മനുഷ്യൻ ആദ്യമായിട്ട് കൃഷി ആരംഭിച്ച ഫെർട്ടൈൽ ക്രസന്റ് പ്രദേശത്തോ, അതായത് ഇപ്പോഴത്തെ ഇസ്രയേൽ, ജോർദാൻ, പാലസ്റ്റീൻ, ലെബനൻ, സിറിയ ഒക്കെ ചേർന്ന് ആ ചന്ദ്രക്കല പോലെയുള്ള മിഡിൽ ഈസ്റ്റ് പ്രദേശത്ത് എവിടെയോ ആയിരിക്കും 3000-നും 10,000-നും വർഷങ്ങൾക്കിടയിൽ എപ്പോഴോ റോക്ക് പീജിയനുകളെ മനുഷ്യർ ഇണക്കാൻ തുടങ്ങിയത്. അതല്ല, പലയിടങ്ങളിലായിട്ട് 1000-ഓളം വർഷത്തിൻ്റെ ഇടവേളകളിൽ പലപ്പോഴായിട്ടാണ് റോക്ക് പീജിയനുകളെ മനുഷ്യർ ഇണക്കി മെരുക്കി വളർത്തിയത് എന്ന ചില വാദങ്ങളുമുണ്ട്. എങ്കിലും ഡൊമസ്റ്റിക്കേഷൻ്റെ ആദ്യ വർഷങ്ങളിൽ തന്നെ മനുഷ്യർ ഇവയെ യൂറേഷ്യയിലും വടക്കൻ ആഫ്രിക്കയിലും ഒക്കെ എത്തിച്ചിട്ടുണ്ട്. എന്തായാലും ഉയരത്തിൽ പറക്കാൻ കഴിയുന്ന പക്ഷികളുടെ കൂട്ടത്തിൽ ആദ്യമായിട്ട് നമ്മൾ ഇണക്കി മെരുക്കി വളർത്തിയ പക്ഷി പ്രാവ് തന്നെയാണ്. ഇന്നിപ്പോൾ 350ഓളം ഡൊമസ്റ്റിക് വളർത്തുപ്രാവുകളാണ് ലോകത്തെങ്ങുമായിട്ടുള്ളത്. അവയൊക്കെയും ഉരുത്തിരിഞ്ഞത്, ജന്മം കൊണ്ടത് മിഡിൽ ഈസ്റ്റിലും സൗത്ത് ഏഷ്യയിലുമാണ് എന്നുള്ള കാര്യം തെളിഞ്ഞിട്ടുണ്ട്. എങ്കിലും ഇവയും ശരിയായിട്ടുള്ള റോക്ക് പീജിയനുകളുമായിട്ട് വീണ്ടും ഇണചേർന്ന് ഫെറൽ ഇനങ്ങളാവുകയും അവ വീണ്ടും വളർത്ത് പ്രാവുകളാവുകയും ഒക്കെ ചെയ്യുന്നതിനാൽ കൃത്യമായി പ്രാവുകളുടെ ഇണക്കൽ ചരിത്രം മനസ്സിലാക്കുക വളരെ വിഷമമുള്ള കാര്യമാണ്. എന്തായാലും മനുഷ്യർ ഇവയെ ഇണക്കി വളർത്താൻ തുടങ്ങിയത് ഭക്ഷണാവശ്യത്തിനാണ്. വേഗം മുട്ടയിട്ട് പെരുകിപ്പിച്ച് നമുക്ക് മാംസം ആവശ്യമുള്ളപ്പോഴൊക്കെ കിട്ടും വിധത്തിൽ അവയെ വളർത്തിക്കൊണ്ടുവന്നു. അതായത് പ്രാവുകളെ കൊന്നു തിന്നാൻ തന്നെയാണ് വളർത്തിയത്. നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണമായിരിക്കും ദൈവപ്രീതിക്കും നല്ലത് എന്നുള്ള ഒരു വിശ്വാസത്തിൻ്റെ മുകളിലാവും പ്രാവുകളെ മതാനുഷ്ഠാനങ്ങളുടെയും ഒക്കെ ഭാഗമായിട്ട് ബലി നൽകുന്ന ചടങ്ങുകൾ ലോകത്തെങ്ങും ഉണ്ടായി. പുരാതന ഈജിപ്തുകാർ കൂട്ടമായിട്ട് പ്രാവുകളെ വളർത്തിയിരുന്നു. ചില അനുഷ്ഠാന കർമ്മങ്ങൾക്ക് അവർ 10,000-കണക്കിന് പ്രാവുകളെ ബലി നൽകിയിരുന്നു. ഇപ്പോഴും നമ്മുടെ അസമിലെ കമാക്യ ക്ഷേത്രത്തിൽ പ്രാവുകളെ ബലി നൽകുന്നുണ്ട്. മുഗളകാലത്ത് അക്ബറിനെ പോലെയുള്ള പല ചക്രവർത്തിമാരും രാജാക്കന്മാരും അവരുടെ അന്തഃപുരത്തിൽ കൗതുകത്തിനും ഇഷ്ടത്തിനും ഒക്കെയായിട്ട് പ്രാവുകളെ വളർത്തിയിരുന്നു. 1000-കണക്കിന് വളർത്തുപ്രാവുകൾ അക്ബറിനുണ്ടായിരുന്നു. ഒലിവിലെയും ചുണ്ടിൽ കൊത്തി പറന്നു വരുന്ന സമാധാനത്തിൻ്റെ വെള്ളരിപ്രാവുകൾ യുദ്ധവിരുദ്ധ പോസ്റ്ററുകളിലും മറ്റും വളരെ ചെറുപ്പം മുതലേ നമ്മൾ കണ്ടിട്ടുണ്ടാവും. പ്രാവും യുദ്ധവും തമ്മിൽ എന്ത് എന്ന് ഞാനൊക്കെ അപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. അതുപോലെ ചില ചടങ്ങുകളിൽ രാഷ്ട്രീയ നേതാക്കന്മാരും സാമൂഹ്യ പ്രവർത്തകരും ഒക്കെ പ്രാവുകളെ ആകാശത്തേക്ക് പറത്തിവിടുന്നത് എന്തിനാണെന്നും ഞാൻ അമ്പരക്കാറുണ്ട്. മഹാപ്രളയത്തിന് ശേഷം എവിടെയെങ്കിലും കരയുണ്ടോ എന്നറിയാനായിട്ട് നോഹയുടെ പെട്ടകത്തിൽ നിന്നും പറത്തിവിട്ട പ്രാവ് കൊക്കിൽ ഒലിവിലയുമായിട്ട് പറന്നു വരുന്നതായിട്ടാണല്ലോ ബൈബിൾ കഥകളിൽ പറയുന്നത്. പ്രതീക്ഷയുടെ, സമാധാനത്തിൻ്റെ ചിഹ്നമായിട്ട് ഒലിവിലയുമായിട്ട് പറക്കുന്ന പ്രാവ് അങ്ങനെ വന്നതാണ്. ദൈവാത്മാവ് അല്ലെങ്കിൽ പരമാത്മാവൊക്കെ പ്രാവിൻ്റെ രൂപത്തിൽ പറന്നു വരുന്നതായിട്ടൊക്കെ പലപ്പോഴും ഇത്തരത്തിലുള്ള മതപുസ്തകങ്ങളിലൊക്കെ പറയുന്നുണ്ട്. ഗുഹയിൽ പ്രവാചകൻ മുഹമ്മദ് ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്നുള്ള കാര്യം തിരിച്ചറിയാതിരിക്കാൻ വേണ്ടി തൗർ ഗുഹാമുഖത്ത് ഇണപ്രാവുകൾ വളരെ പെട്ടെന്ന് കൂടുകൂട്ടി മുട്ടയിട്ട് വെച്ചെന്നും ചിലന്തികൾ വല നെയ്തു വെച്ചെന്നും ഒക്കെയാണല്ലോ വിശ്വാസം. ഇങ്ങനെ ഗുഹക്കകത്ത് ആരും അടുത്തൊന്നും കയറിയിട്ടില്ല എന്ന് ശത്രുക്കളെ തെറ്റിദ്ധരിപ്പിക്കാൻ, പറ്റിക്കാൻ വേണ്ടി ഇത് സഹായിച്ചു എന്നാണല്ലോ വിശ്വാസം. ദാനധർമ്മിഷ്ഠനായിട്ടുള്ള ശിബി ചക്രവർത്തിയെ പരീക്ഷിക്കാനായിട്ട് അഗ്നിദേവൻ പ്രാവിൻ്റെ രൂപത്തിൽ പാറി വന്ന് ശിബിയുടെ അരികിൽ വന്ന് അഭയം തേടിയെന്നും പിറകെ പരുന്തിൻ്റെ രൂപത്തിൽ ഇന്ദ്രനും വന്നു എന്നാണ് കഥ.
ന്യായവും ധർമ്മവും പാലിക്കുന്ന ചക്രവർത്തി തൻ്റെ ഭക്ഷണം തിരിച്ചു നൽകണമെന്ന് പരുന്ത് ആവശ്യപ്പെട്ടപ്പോൾ അഭയം തേടിയ ആളെ ഞാൻ ഒരിക്കലും ഉപേക്ഷിക്കില്ല എന്നും പകരം പ്രാവിൻ്റേതിന് തുല്യമായിട്ടുള്ള മാംസം തൻ്റെ തുടയിൽ നിന്നും എടുത്തുകൊള്ളാനും ഷിബി പറഞ്ഞു എന്നാണ് കഥ. പക്ഷെ എത്ര മാംസം ചെത്തിയിട്ടും പ്രാവിൻ്റെ ഭാരത്തിന് തുല്യമാകുന്നില്ല എന്ന് കണ്ടപ്പോൾ സ്വയം തന്നെ ഭക്ഷിച്ചോളാൻ ഷിബി പറയുന്നതായാണ് കഥ. തെരുവ് മാജിക്കുകാരുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഐറ്റങ്ങളിൽ ഒന്നാണല്ലോ ഒഴിഞ്ഞ തൊപ്പിയിൽ നിന്നും പ്രാവുകളെ പറത്തിവിടുക എന്നുള്ള ഒരു പ്രകടനം. നഗരചത്തുരങ്ങളിൽ കൂട്ടമായി എത്തുന്ന പ്രാവുകൾക്ക് സ്ഥിരമായിട്ട് ഭക്ഷണം നൽകുക എന്നത് ചിലരുടെ ഇഷ്ടങ്ങളിൽ ഒന്നാണ്. അതുപോലെ അലങ്കാരപ്രാവുകളെ 100 കണക്കിന് ബ്രീഡുകളെ ഉണ്ടാക്കി പെറ്റ് വ്യവസായത്തിൻ്റെ നെടുന്തൂണായി മാറി ഇപ്പോൾ പ്രാവുകൾ. വാശിയേറിയ പ്രാവ് പരത്തൽ മത്സരങ്ങൾ ലോകത്തെങ്ങും നടക്കുന്നു. ഒരു കാലത്ത് സന്ദേശങ്ങൾ കൈമാറാൻ കാര്യമായിട്ട് ഉപയോഗിച്ചിരുന്നത് പ്രാവുകളെയായിരുന്നു. കുതിരയോട്ട മത്സരങ്ങൾ പോലെ വലിയ വാശിയോടെ ഇപ്പോൾ പ്രാവും പറത്തൽ മത്സരങ്ങളും നടക്കുന്നുണ്ട്. എങ്കിലും അമ്പലപ്രാവുകൾ എന്നൊക്കെ സൗമ്യമായിട്ടുള്ള പേരൊക്കെ ഉണ്ടെങ്കിലും ഈ പ്രാവുകൾ പല പ്രദേശങ്ങളിലും വലിയ പെസ്റ്റായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. വലിയ ശല്യക്കാരാണ്. അവ കാഷ്ടിച്ചിടുന്നത് മാത്രമല്ല കൃഷിക്കും വലിയ നാശം വരുത്താറുണ്ട്. പല മഹാന്മാരും മരണശേഷവും ഈ പ്രാവുകളെ കൊണ്ടുള്ള ശല്യം അനുഭവിക്കാൻ വിധിക്കപ്പെട്ടവരാണ്. ലോകത്തെ പല പട്ടണങ്ങളിലെയും ചത്തുരങ്ങളിൽ ഇത്തരത്തിൽ അവിടങ്ങളിലെ വലിയ മഹാന്മാരുടെ ശില്പങ്ങൾ, സ്റ്റാച്ചുകൾ പ്രാവുകൾക്ക് കാഷ്ടിക്കാനായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പല ചരിത്ര സ്മാരകങ്ങളായിട്ടുള്ള നിർമ്മിതികളുടെയും ചുമരും ജാലകപ്പടികളും ഒക്കെ കാഷ്ടിച്ച് വെച്ച് ഭംഗി കളയുന്നതിൽ ഇവർ മിടുക്കന്മാരാണ്. ഉയരങ്ങൾ ഘടിപ്പിച്ചിരിക്കുന്ന പല ഉപകരണങ്ങളും കേടാക്കുകയും ചെയ്യുന്നതിനാൽ ഇവരെ വലിയ ശല്യക്കാരായിട്ട് തന്നെയാണ് പലരും കണക്കാക്കുന്നത്. ഇവ പാറി വന്നിരിക്കാതിരിക്കാൻ വേണ്ടി പലതരത്തിലുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കാൻ ശ്രമിക്കുമെങ്കിലും പ്രാവുകൾ അത്ര വേഗമൊന്നും പിന്തിരിയില്ല. ഇവർക്ക് വന്നിരിക്കാൻ പറ്റാത്ത വിധത്തിൽ നീളൻ ആണികൾ നിരത്തി പതിച്ചും വലകൾ കൊണ്ട് തടഞ്ഞും ചെറിയ തോതിൽ ഷോക്കടിപ്പിച്ചും ഒക്കെ ഇവരെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കാറുണ്ട്. നീലച്ചായയുള്ള ചാരനിറമാണ് അമ്പലപ്രാവുകൾക്ക്. കഴുത്തിലും മാറത്തും ഊത, ചുവപ്പ്, പച്ച തുടങ്ങിയ നിറങ്ങളുടെ വർണ്ണരാജി മിശ്രണമുള്ള മയിൽ നിറം കാണാം. പൂട്ടിയ ചിറകുകളിൽ മങ്ങിയ കറുത്ത പട്ടകൾ കാണാം. വാലിലെ തൂവലുകളെല്ലാം ഒരേ നീളമായതിനാൽ തുറന്നു പിടിച്ചാൽ കൂർത്ത ആകൃതിയല്ല ഉണ്ടാവുക. നമ്മുടെ നാട്ടിൽ കാണുന്ന മറ്റൊരു ഇനം പ്രാവുകളാണ് അരിപ്രാവുകൾ. പുള്ളിപ്രാവ് എന്നും വിളിക്കുന്ന ഇവയുടെ ശാസ്ത്രനാമം സ്പൈലോപീലിയ കൈനൻസിസ് എന്നാണ്. പുറവും ചിറകുകളുടെ മുൻപകുതിയും തവിട്ട് നിറമുള്ളതിൽ ഇളം റോസ് നിറമുള്ള വട്ടപ്പുള്ളികളും നീണ്ട വാലുമാണ് ഈ പ്രാവുകളുടെ പ്രത്യേകത. കുക്കു കൂർ 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 എന്ന് ഒരു താളത്തിൽ മനോഹരമായി ഇവ കുറുകിക്കൊണ്ടിരിക്കും. തുറന്ന പാടത്തും പറമ്പുകളിലുമൊക്കെ മാടപ്രാവുകൾ കൂട്ടമായിട്ടാണ് ഇര തേടുക. ധാന്യമണികൾ കൊത്തിയെടുക്കാനായി കൂട്ടമായി എത്തുന്ന ഇത്തരത്തിലുള്ള അമ്പലപ്രാവുകൾ കൃഷിക്കാരുടെ പേടികളിൽ ഒന്നാണ്. 40ഉം 50ഉം എണ്ണങ്ങൾ ചേർന്നിട്ടുള്ള സംഘങ്ങൾ അതിവേഗത്തിൽ പറന്നുപോകും. അസ്ത്രം പോലെ പറന്നു പോകുന്ന കൂട്ടം പെട്ടെന്ന് ബ്രേക്ക് ഇട്ടതുപോലെ എല്ലാ പക്ഷികളും ഒന്നിച്ച് തിരിഞ്ഞ് പറന്നിറങ്ങും. മണ്ണിലിറങ്ങി ധാന്യങ്ങളും വിത്തുകളും ഒക്കെ ഭക്ഷണമാക്കുന്നവയും മരങ്ങളിലെ പഴങ്ങളും മറ്റും പ്രധാന ഭക്ഷണമാക്കുന്നവയുമായി പ്രാവിനങ്ങളെ രണ്ടായി തിരിക്കാൻ പറ്റും. ഇതുകൂടാതെ പല പ്രാവിനങ്ങളും കീടങ്ങളെയും പ്രാണികളെയും ഒക്കെ ഭക്ഷണമാക്കും. പ്രത്യേകമായിട്ടുള്ള ഇണചേരൽ കാലമൊന്നും ഇവർക്കില്ല. ഏത് കാലത്തും ഇവ മുട്ടിയിട്ട് കുഞ്ഞുങ്ങളെ വളർത്തും. 50 മുതൽ 500 വരെയുള്ള കൂട്ടങ്ങളായിട്ട് കഴിയാനാണ് ഇവർക്ക് ഇഷ്ടം. ഇവർ ഇണചേരുന്ന സമയവും കുട്ടികളെ വളർത്തുന്ന സമയവും ഒക്കെ ഇണകളായിട്ടാണ് എപ്പോഴും കാണുക. 17 മുതൽ 19 ദിവസം വരെയുള്ള കാലയളവിനുള്ളിൽ മുട്ടകൾ വിരിയും. കാഴ്ചയിൽ ഒട്ടും ഭംഗിയില്ലാത്ത മാംസപിണ്ഡങ്ങൾ പോലെയുള്ള കുഞ്ഞുങ്ങളാണ് ഇവരുടേത്. ഒരു ഇണചേരൽ കാലം കൊണ്ട് 2 മുട്ടകൾ മാത്രമിട്ട് ആണും പെണ്ണും അച്ഛനും അമ്മയും ചേർന്ന് കുഞ്ഞുങ്ങളെ വളർത്തുന്ന, പാൽ കൊടുത്ത് വളർത്തുന്ന ഒരു ശീലമുള്ളവരാണിവർ. സസ്തനികൾ നൽകുന്നത് പോലെയുള്ള മുലപ്പാലല്ല എന്ന് മാത്രം. തൊണ്ടയിലെ ഒരു ഗ്രന്ഥിയിൽ നിന്നും ഊറി വരുന്ന കൊഴുത്ത ഒരു ദ്രവമായ ക്രോപ്പ് മിൽക്ക് കക്കി തികട്ടി വായിലേക്കെടുത്ത് അതാണ് കുഞ്ഞുങ്ങൾക്ക് നൽകുക. അമ്മ മാത്രമല്ല, അച്ഛനും ക്രോപ്പ് മിൽക്ക് കുഞ്ഞുങ്ങൾക്ക് നൽകും. ഇത് മാത്രമാണ് ആദ്യ ആഴ്ചയിൽ കുഞ്ഞുങ്ങളുടെ ഏക ഭക്ഷണം. ക്രോപ്പ് എന്നത് ഭക്ഷണം സൂക്ഷിച്ചു വെക്കാനുള്ള ഒരു തൊണ്ടയിലെ സഞ്ചി കൂടിയാണ്. ഈ കാലത്ത് കുഞ്ഞിന് കൊടുക്കുന്ന ഭക്ഷണത്തിൽ ദഹിക്കാത്ത ധാന്യങ്ങളുടെ കഷണമോ വിഷമമുള്ള വിത്തുകളുടെ അംശമോ ഒക്കെ അബദ്ധത്തിൽ പെടാതിരിക്കാൻ വേണ്ടി അച്ഛൻ പ്രാവും അമ്മ പ്രാവും അത്തരത്തിലുള്ള ഭക്ഷണമൊക്കെ കുറച്ച് ദിവസത്തേക്ക് ഒഴിവാക്കും. 2 കുഞ്ഞുങ്ങളെ പോറ്റാനുള്ള ദ്രവം മാത്രമേ 2 പേർക്കും കൂടിയിട്ട് അവരുടെ ക്രോപ്പ് മിൽക്കായിട്ട് ഉണ്ടാക്കാൻ പറ്റൂ. അതിലധികം കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾ പട്ടിണി കിടന്ന് ചത്തുപോകും. അതിനാലാവാം പരിണാമപരമായിട്ട് ഇവർക്ക് 2 മുട്ടകൾ മാത്രമിടുന്ന ശീലമുണ്ടായത്. ഒരേ സമയം ഒറ്റൊരു ഇണയുമായി ചേർന്ന് ജീവിക്കുന്ന മൊണോഗമസ് സ്വഭാവമുള്ളവരാണിവർ. എങ്കിലും അപൂർവമായിട്ട് ആൺപ്രാവുകൾ മറ്റ് പെൺപ്രാവുകളുമായും ഇണചേരാറുണ്ട്. പ്രാവുകളുടെ വെള്ളം കുടി മറ്റു പക്ഷികളുടേതുപോലെയല്ല. അവയൊക്കെ ഇത്തിരി വെള്ളം കൊക്കിൽ വലിച്ചെടുത്ത് തല ഉയർത്തി അത് ഇറക്കുകയാണല്ലോ ചെയ്യുക. അതിനുശേഷം വീണ്ടും കൊക്ക് വെള്ളത്തിൽ താഴ്ത്തി വീണ്ടും വെള്ളം വലിച്ചെടുക്കും. പ്രാവ് അങ്ങനെ തല ഉയർത്തുന്ന പരിപാടിയില്ല. സ്ട്രോ വെച്ച് കുടിക്കുന്നത് പോലെ തല ഉയർത്താതെ ഒരേ കുടിയാണ്. പത്തോളജിസ്റ്റുകളും റേഡിയോളജിസ്റ്റുകളും വർഷങ്ങൾ ചെലവഴിച്ചാണ് 100 കണക്കിന് സ്ലൈഡുകളും ഇമേജുകളും നോക്കി അവരുടെ വിഷ്വൽ സ്കിൽ വളർത്തുന്നത്. അങ്ങനെയാണ് മൈക്രോസ്കോപ്പിലെയും മാമോഗ്രാമിലെയും ഒക്കെ ഇമേജുകളെ വിലയിരുത്തി ക്യാൻസർ കോശങ്ങളാണോ അല്ലയോ എന്ന നിഗമനത്തിലെത്തുന്നത്, രോഗം നിശ്ചയിക്കുന്നത്. 2015 കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയിലെ കുറെ ഗവേഷകർ പ്രാവുകൾ ഉപയോഗിച്ച് ചില പരീക്ഷണങ്ങൾ നടത്തി.
ക്യാൻസർ ഉള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള മനുഷ്യരുടെ സ്തന മുഴകളുടെ ബെനിനായതും മാലിഗ്നന്റും ആയതുമായ മുഴകളുടെ ഹിസ്റ്റോപത്തോളജി സ്ലൈഡുകൾ പ്രാവുകളെ കൊണ്ട് പരിശീലിപ്പിച്ചെടുത്തു. അവസാനം ആ പ്രാവുകൾ 99% കൃത്യതയോടെ ക്യാൻസർ ഉള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള സ്ലൈഡുകളെ വേർതിരിച്ചറിഞ്ഞു. അതുപോലെ മാമോഗ്രാം നോക്കി മൈക്രോ കാൽസിഫിക്കേഷൻ കണ്ടെത്താനും ഇവർക്ക് പറ്റും എന്നും ആ പരീക്ഷണങ്ങളിൽ തെളിഞ്ഞു. പല ഇമേജുകൾ കാണിച്ച് അവയോട് സാമ്യമുള്ളവ തിരഞ്ഞെടുക്കുമ്പോൾ സമാനമായി പ്രത്യേക ഭക്ഷണമൊക്കെ നൽകിയാണ് ഇവയെ പരിശീലിപ്പിക്കുന്നത്. പ്രാവുകളെയും അവയുടെ കുഞ്ഞുങ്ങളെയും മുട്ടകളെയും ഒക്കെ തിന്നാൻ ധാരാളം ഇരപിടിയന്മാരുണ്ടാവും. പൂച്ചകളും പാമ്പുകളും മൂങ്ങകളും പരുന്തുകളും ഒക്കെ ഇവയുടെ സ്വാഭാവിക ശത്രുക്കൾ തന്നെയാണ്. മനുഷ്യർ പണ്ട് മുതലേ പ്രാവിറച്ചി ഇഷ്ടക്കാരായതിനാൽ പറയുകയും വേണ്ട. പറന്ന് രക്ഷപ്പെടലല്ലാതെ വേറെ പ്രതിരോധങ്ങളൊന്നും ഇവർക്കില്ല. പ്രാപ്പിടിയൻ എന്ന ഒരു പക്ഷിക്ക് പേര് പോലും വന്നത് ഇവയെ പ്രത്യേകമായിട്ട് പിടിക്കുന്നത് കൊണ്ട് തന്നെയാണ്. പ്രാവുകളെ ഇരപിടിയന്മാരിൽ നിന്ന് രക്ഷപ്പെടാൻ ആകെ സഹായിക്കുന്ന അവയുടെ രോമങ്ങളാണ്, തൂവലുകളാണ്. പെട്ടെന്ന് ഊർന്ന് പൊഴിഞ്ഞു ഊരുന്ന കട്ടിയുള്ള രോമമാണ് ഇവർക്ക്. വളരെ അയഞ്ഞ രീതിയിലാണ് തൊലിയും രോമങ്ങളും ഉണ്ടാവുക. പിടികൂടുമ്പോഴേക്കും ധാരാളം രോമങ്ങൾ ഇരപിടിയന്റെ വായിൽ കുടുങ്ങുന്നതിനാൽ അതിന്റെ ജഗപോഹയിൽ ചിലപ്പോൾ തടി രക്ഷപ്പെട്ടെന്നും വരും. ചില അവസരങ്ങളിൽ ശത്രുവിന്റെ ശ്രദ്ധ തെറ്റിക്കാൻ വേണ്ടിയിട്ട് വാൽത്തൂവലുകൾ പൊഴിച്ചിടുന്ന സ്വഭാവവും പ്രാവുകൾക്കുണ്ട്. പോലീസിലും മറ്റും നായകൾക്ക് പദവികൾ ഉള്ളതുപോലെ ഒരു കാലത്ത് സൈനിക സേവനം നൽകിയിരുന്ന പ്രാവുകൾക്കും ഉയർന്ന പദവികൾ നൽകിയിരുന്നു. ഒന്നാം ലോക മഹായുദ്ധത്തിൽ ഫ്രാൻസിലുള്ള അമേരിക്കൻ സേനകൾ പ്രിയ ചങ്ങാതി എന്ന അർത്ഥമുള്ള ഷെറാമി എന്ന പേരുള്ള ഒരു സൈനിക സേവന പ്രാവിനെ ഉപയോഗിച്ചിരുന്നു. ജർമ്മൻ പട്ടാളക്കാരുടെ വെടിയേറ്റ് ഒരു കണ്ണ് നഷ്ടപ്പെട്ട അവസ്ഥയിൽ അറ്റുവീഴാറായ കാലുമായി 25 മൈൽ പറന്ന് അടിയന്തര സന്ദേശം ഈ പ്രാവ് കൈമാറിയ ഒരു സംഭവമുണ്ട്. ശത്രുക്കൾക്കിടയിൽ കുടുങ്ങിക്കിടന്ന 194 പട്ടാളക്കാരെ രക്ഷിക്കാൻ ഈ സന്ദേശം സഹായിച്ചു അത്രേ. ആ പ്രാവിന് പിന്നീട് ക്രോവ് ദ ഗോർ യുദ്ധക്കുരിശ് മെഡൽ നൽകി ആദരിച്ചു. സ്മിത്സോണിയൻ ഇൻസ്റ്റിറ്റ്യൂഷന്റെ നാഷണൽ മ്യൂസിയം ഓഫ് അമേരിക്കൻ ഹിസ്റ്ററി വിഭാഗത്തിൽ ഷെറാമിയുടെ ശരീരം ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ യുദ്ധസമയങ്ങളിൽ സന്ദേശപ്രാവുകളുടെ സേവനം ലോകത്ത് പല സേനകളും ഉപയോഗിച്ചിട്ടുണ്ട്. ടെലഗ്രാമും ഫോണും റേഡിയോയും ഒക്കെ വരുന്നതിന് മുമ്പുള്ള നീണ്ടകാലം വേഗത്തിൽ വിവരങ്ങൾ പരസ്പരം കൈമാറാൻ പ്രാവുകളോളം മറ്റൊരു ഉപാധിയും നമ്മുടെ മുന്നിൽ ഇല്ലായിരുന്നു. ഭക്ഷണമായും തപാൽ സന്ദേശവാഹകരായും പെറ്റായും പവിത്ര ജീവിയായും മതചടങ്ങുകളിലെ ബലിജീവിയായും ഒക്കെ ആയിരക്കണക്കിന് വർഷമായി പ്രാവുകൾ നമുക്കൊപ്പം തന്നെയുണ്ട്. പിത്തസഞ്ചി ഇല്ലാത്തവരാണ് പ്രാവുകൾ. പഴയകാലത്ത് പലരും കരുതിയിരുന്നത് ഇവർക്ക് പിത്തരസം ബൈൽ ഇല്ല എന്നാണ്. രക്തം, കഫം, പിത്തം ഇവയുടെ അളവിലുള്ള വ്യത്യാസങ്ങളാണ് രോഗങ്ങൾക്ക് കാരണമെന്നായിരുന്നു നൂറ്റാണ്ടുകളോളം ലോകത്തിലെ പല വൈദ്യശാഖകളും വിശ്വസിച്ചിരുന്നത്. വാതപിത്ത കഫ ത്രിദോഷങ്ങളാണ് ശരീരത്തിലെ രോഗങ്ങൾക്ക് നിദാനമെന്ന് ആയുർവേദവും കരുതിയിരുന്നു. അതിനാൽ തന്നെ പിത്തമില്ലാത്ത പ്രാവുകൾക്ക് ചികിത്സാ രംഗത്ത് വലിയ പ്രാധാന്യം നൽകിയിരുന്നു. എന്നാൽ നമുക്കിന്നറിയാം അവക്ക് പിത്തസഞ്ചി ഇല്ലെങ്കിലും അവയുടെ ശരീരത്തിലും ബൈൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. ബൈൽ നേരിട്ട് കുടലിലേക്ക് സ്രവിപ്പിക്കുന്നു എന്ന് മാത്രം. സ്വന്തം താമസ സ്ഥലത്തേക്ക് തിരിച്ചെത്താനുള്ള പ്രവണത സൂക്ഷിക്കുന്നവരാണ് മാടപ്രാവുകൾ. പരിശീലനം കിട്ടിയ പ്രാവുകൾ അപരിചിതമായ ഒരു സ്ഥലത്ത് നിന്നും ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ സഞ്ചരിച്ച് വഴി തെറ്റാതെ പഴയ സ്ഥലത്തേക്ക് തിരിച്ചെത്താൻ പറ്റുന്നവരാണ്. എങ്ങനെയാണ് ഇവ ഇത്ര കൃത്യമായി വഴി കണ്ടെത്തുന്നത് എന്നതിനെക്കുറിച്ച് പല അനുമാനങ്ങളുണ്ട്. മാപ്പ് സെൻസും കോമ്പസ് സെൻസുമാണ് പ്രധാനപ്പെട്ട 2 സഹായങ്ങൾ. അവയുടെ തലയിലെ സൂക്ഷ്മമായിട്ടുള്ള കാന്തിക കലകളാണ് ഭൂമിയുടെ കാന്തിക ക്ഷേത്രത്തെ തിരിച്ചറിഞ്ഞ് യാത്ര ചെയ്യാൻ സഹായിക്കുന്നതിൽ ഒരു കാരണം എന്നാണ് മനസ്സിലാക്കുന്നത്. ആന്തരിക ഘടികാരവും സൂര്യന്റെ സ്ഥാനനിർണയവും സമ്മിശ്രമായി പ്രവർത്തിച്ചിട്ടാണ് കോമ്പസ് സെൻസ് സാധ്യമാകുന്നത് എന്നാണ് മറ്റൊരു നിഗമനം. രാത്രികളിൽ നക്ഷത്രസ്ഥാനം, ലാൻഡ് മാർക്കുകളുടെ ദൃശ്യ മാപ്പുകളുടെ സഹായം, പോളറൈസ്ഡ് ലൈറ്റ് കോമ്പസുകൾ, ഇൻഫ്രാസൗണ്ട് മാപ്പുകളുടെ നാവിഗേഷൻ സഹായം, ഗന്ധസഹായം ഇതൊക്കെയും പ്രാവുകൾ ഇത്തരത്തിലുള്ള യാത്രകളിൽ ഉപയോഗിക്കുന്നുണ്ട്. ഇതുകൂടാതെ വിഷ്വൽ ഇമ്പൾസുകളെ നിർദ്ധാരണം ചെയ്യാനുള്ള പ്രത്യേക കഴിവുകൾ ഉള്ളവരും കൂടിയാണ് പ്രാവുകൾ. ഫാൻസി പ്രാവുകളുടേത് മറ്റൊരു അത്ഭുത ലോകമാണ്. ഹോബിയായി പ്രാവുകളെ വളർത്തുന്നവർ പലതരം ബ്രീഡുകളെ ഉണ്ടാക്കിയിട്ടുണ്ട്. ലോകത്തെങ്ങുമായിട്ട് 1100ഓളം ഇനം ഫാൻസി പ്രാവുകൾ ഉണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത്. ജാക്കബിൻസ് പുരോഹിതന്മാരുടെ പോലെ തലക്ക് ചുറ്റുമായിട്ട് ധാരാളം രോമങ്ങളുള്ള ജാക്കബിൻസ് അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഇനമാണ്. 12-14 വാൽത്തൂവലുകൾ മാത്രമുള്ളതാണ് സാധാരണ പ്രാവുകളെങ്കിൽ 30-40 വാൽത്തൂവലുകളോടെ വിടർത്തിയാൽ മനോഹരമായ വിശറി പോലെ തോന്നിക്കുന്ന വാലുള്ളവരാണ് ഫാൻഡാലിസ് എന്ന ഇനങ്ങൾ. തലയിലെയും കാലുകളിലെയും നെഞ്ചത്തെയും ഫ്രില്ല് രോമസഞ്ചയം കൂടാതെ ശബ്ദ പ്രത്യേകതകളും മനോഹരമായിട്ടുള്ള വർണ്ണങ്ങളും ഒക്കെ ഇത്തരത്തിലുള്ള ബ്രീഡുകൾക്ക് ധാരാളം ആരാധകരെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഫ്രിൽബാക്ക്, ലാഹോർ, ട്രംപറ്റ് തുടങ്ങിയ പല ഇനം ബ്രീഡുകളുണ്ട്. മോഹവിലയും ഇവയോടുള്ള ഇഷ്ടവും മൂലം ഇത്തരത്തിലുള്ള പ്രാവുകളുടെ വളർത്തലും വിൽപ്പനയും ഒക്കെ വലിയൊരു വിപണിയായി മാറിയിട്ടുണ്ട്. എങ്കിലും പ്രാവ് വളർത്തുന്ന ചിലരിലെങ്കിലും ഇവരുടെ തൂവലിൽ നിന്നും കാഷ്ടത്തിൽ നിന്നുമുള്ള പൊടിയിലെ ചില പ്രോട്ടീൻ അലർജി മൂലം ശ്വാസകോശ പ്രശ്നങ്ങളും ആസ്മയും ഒക്കെ ഉണ്ടാകുന്നുമുണ്ട്. പൂർണ്ണമായി നല്ല വെളുപ്പ് നിറമുള്ള പ്രാവുകളെയാണ് മാജിക്കുകാരൊക്കെ സാധാരണയായിട്ട് ഉപയോഗിക്കുക. അതുപോലെ തന്നെ സമാധാന, സ്വാതന്ത്ര്യ സന്ദേശങ്ങൾക്കായിട്ട് കൂട്ടമായി പറത്തിവിടുന്ന പ്രാവുകളും പലപ്പോഴും വളരെ വെളുത്ത നിറമുള്ളവയായിരിക്കും.
നല്ല തൂവെളുപ്പുള്ള ബാർബറി ഡോവ്സ് എന്ന് വിളിക്കുന്ന സ്ട്രെപ്റ്റോപീലിയ റേസർ എന്ന ഇനമാണ് ഇതിന് സാധാരണയായിട്ട് ഉപയോഗിക്കുക. പക്ഷേ ഈ പ്രാവുകൾ അമ്പലപ്രാവുകളെ പോലെ സ്വന്തം താമസ സ്ഥലത്തേക്ക് തിരിച്ചു വരുന്ന ശീലമില്ലാത്തവരാണ്. ഇങ്ങനെ പറത്തിവിടുന്ന പ്രാവുകൾ അപരിചിത സ്ഥലങ്ങളിൽ പെട്ടെന്ന് തന്നെ ഇരപിടിയന്മാരുടെ കയ്യിൽപ്പെടും, അങ്ങനെ ചത്തുപോകും. സമാധാനത്തിനും ശാന്തിക്കും വേണ്ടി നാം പറത്തിവിടുന്ന പല പ്രാവുകളും അങ്ങനെ ഇരപിടിയന്മാരുടെ കയ്യിൽപ്പെടും. ഒളിമ്പിക് മത്സരങ്ങളുടെ ഭാഗമായി ഒരു ചടങ്ങായി പ്രാവുകളെ പറത്തിവിടുന്നത് 1896 ആരംഭിച്ചത്. എന്നാൽ 1988 സിയോൾ ഒളിമ്പിക്സിൽ ഇത്തരത്തിൽ പറത്തിവിട്ട പ്രാവുകൾ തിരിച്ച് വീണ്ടും ഒളിമ്പിക്സ് ദീപത്തിൽ വന്നിരുന്ന് കരിഞ്ഞുപോയി. അതിനെ തുടർന്ന് പ്രാവുകളെ പറത്തിവിടുന്ന ചടങ്ങ് പിന്നീട് പ്രതീകാത്മകമായിട്ട് മാത്രമേ ചെയ്യുന്നുള്ളൂ. പലതരം വളർത്തു ഫാൻസി പ്രാവുകളെക്കുറിച്ചും മത്സരപ്രാവുകളെക്കുറിച്ചും വിശദമായിട്ടുള്ള വീഡിയോ നമുക്ക് വേറെ തന്നെ ചെയ്യാം. ഡോഡോ പക്ഷികളെ പോലെ വംശനാശം വന്നുപോയ സഞ്ചാരി പ്രാവുകളെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കാം. വടക്കേ അമേരിക്കൻ സ്വദേശികളായിരുന്നു സഞ്ചാരി പ്രാവുകൾ. എക്ടോപിസ്റ്റസ് മൈഗ്രറ്റോറിയസ് എന്നാണ് അതിൻ്റെ ശാസ്ത്രനാമം. 1740 ഒരു സ്ഥലത്ത് 4 മൈൽ നീളത്തിൽ 1 മൈൽ വീതിയിൽ ആകാശത്തുകൂടി ലക്ഷക്കണക്കിന് സഞ്ചാരി പ്രാവുകൾ പറന്നു പോകുന്നത് കണ്ടതായി ചിലർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു കാലത്ത് 500 കോടിയോളം സഞ്ചാരി പ്രാവുകൾ അവിടെ ഉണ്ടായിരുന്നു. മണിക്കൂറിൽ 100 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കാൻ പറ്റുന്ന ഇവർ ലക്ഷക്കണക്കിന് എണ്ണങ്ങളുടെ കൂട്ടമായിട്ടാണ് ഒരു സ്ഥലത്തു നിന്നും വേറെ സ്ഥലത്തേക്ക് നീങ്ങുക. പണ്ട് മുതലേ തദ്ദേശീയരായിട്ടുള്ള അമേരിക്കക്കാർ ഇവരെ കെണിവെച്ച് പിടിച്ച് ഭക്ഷണമാക്കാറുണ്ടായിരുന്നു. യൂറോപ്യന്മാരുടെ വരവോടുകൂടി ഇവയെ പിടിക്കുന്നതിൻ്റെ വ്യാപ്തി വർദ്ധിച്ചു. 19-ാം നൂറ്റാണ്ടിൽ തുച്ഛമായ വിലക്ക് കിട്ടുന്ന മികച്ച ഇറച്ചിയായി പ്രാവിറച്ചി മാറിയതോടുകൂടി ഇവയുടെ കച്ചവടം പൊടിപൊടിച്ചു. തോക്കും മറ്റു സൗകര്യങ്ങളുമായതോടുകൂടി സഞ്ചാരിപ്രാവ് വേട്ട വലിയൊരു വ്യവസായമായി മാറി. അനേക ലക്ഷം പക്ഷികൾ ഒന്നിച്ചു കൊന്ന് പ്രോസസ്സ് ചെയ്ത് വണ്ടികളിലും കപ്പലുകളിലുമായി നഗരങ്ങളിലെത്തിച്ച് വിൽപ്പന നടത്തി. മനുഷ്യരുടെ ക്രൂരമായ ആർത്തിയുടെ തെളിവായി 1901 അവസാനത്തെ സഞ്ചാരിപ്രാവും വെടിയേറ്റു വീണു. 1914 സെപ്റ്റംബർ 1 സിൻസിനാറ്റി മൃഗശാലയിൽ സൂക്ഷിച്ചിരുന്ന അവസാനത്തെ സഞ്ചാരിപ്രാവും മാർത്ത മരിച്ചതോടെ ലോകത്ത് സഞ്ചാരിപ്രാവുകൾ എന്നേക്കുമായി ഇല്ലാതായി. ആകാശം മറയും വിധം കൂട്ടമായി പറന്നിരുന്ന, ഒരു സമയം 500 കോടി വരെ ഉണ്ടായിരുന്ന ഒരു ജീവവർഗം വളരെ കുറഞ്ഞ വർഷങ്ങൾ കൊണ്ട് ഈ ഭൂമുഖത്ത് നിന്നു തന്നെ ഇല്ലാതായി. ഇത്തരത്തിൽ വളരെ അധികമുണ്ട് എന്ന് കരുതുന്ന ചില ജീവികൾ പോലും വളരെ പെട്ടെന്ന് തന്നെ അപ്രത്യക്ഷമാകാം എന്നതിനുള്ള വലിയ തെളിവാണ് സഞ്ചാരിപ്രാവുകളുടെ കഥ. ഇനി നമുക്ക് സഞ്ചാരിപ്രാവുകളെ കാണണമെങ്കിൽ മ്യൂസിയങ്ങളിൽ സൂക്ഷിച്ച സ്റ്റഫ് ചെയ്ത സഞ്ചാരിപ്രാവുകൾ മാത്രം. ഞാൻ വിജയകുമാർ ബ്ലാത്തൂർ. ഇതുപോലെ വളരെ ചെറിയ ജീവികൾ മുതൽ വളരെ വലിയ സസ്തനികൾ വരെയുള്ള നമ്മുടെ ജീവലോകത്തിലെ മറ്റൊരു ജീവിയെ പരിചയപ്പെടുത്തുന്ന പുതിയൊരു വീഡിയോയുമായി ഉടൻ വരാം. അതുവരേക്കും വണക്കം.